പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. നൂറ്റാണ്ടുകളായി ഈ വചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ പറയാണ്, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷിപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കുകളാണിത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. ഇന്ന് നിങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ ഒരു സംഘടന നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം പറയാണ്, ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും സുവിശേഷ പ്രചരണത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ദൗത്യം നമുക്കുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ? ആ ഒരു ബോധ്യം നമുക്കില്ല. ആ ഒരു ബോധ്യമില്ലാതെയാണ് ഇന്ന് വിശ്വാസികൾ ജീവിക്കുന്നത്. സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളത് തൻ്റെ ദൗത്യമായിട്ട് ഇന്ന് വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ ഇളച്ചു കൊടുക്കുകയുണ്ടായി. എൻ്റെ ഒരു അയൽവാസി, അദ്ദേഹം ലോൺ എടുത്ത് പലിശയുടെ പലിശയും പിഴപ്പലിശയുമായി അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ജപ്തി നോട്ടീസ് വന്ന് അങ്ങനെ വളരെ വിഷണ്ണനായി ജീവിക്കുന്ന ഒരു സമയത്ത്, ബാങ്ക് മാനേജരെ കാണുമ്പോൾ ഒളിച്ചു നടന്ന ഒരു സമയത്ത്, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ടി വിയിലൊരു വാർത്ത കേൾക്കുകയാണ്, ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ ഇളച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വന്നത് ഭാര്യയും മക്കളും ഇത് പറഞ്ഞു. ഭാര്യയും മക്കളും പറഞ്ഞു. അതുപോലെ അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം അത്രമാത്രം ഒരു സന്തോഷം, ഒരാനന്ദം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ സകല കടങ്ങളും സർക്കാർ ഇളച്ചു തന്നിരിക്കുന്നു, ഞാനിത് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഉടനെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നു, ടി വി ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഈ വാർത്ത ആവർത്തിച്ച് പറയാം, ഇന്ത്യയിലെ കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ മുഴുവൻ ഇളച്ചു കൊടുത്തിരിക്കുന്നു. ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിരുന്നു. അവിടെയുള്ള ലോൺ എടുത്ത സകല മനുഷ്യർക്കൊരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിരുന്നു. ഇതുപോലെ തന്നെ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് സ്വർഗം ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ ഇളച്ചു കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മൻമോഹൻ സിംഗ് സർക്കാർ ഇന്ത്യയിലെ കൃഷിക്കാരുടെ കാർഷികങ്ങൾ ഇളച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കാൻ എളുപ്പമാണ്, അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ എളുപ്പമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾ ഇളച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മനുഷ്യന് ഇന്നും സാധിക്കുന്നില്ലെന്നുള്ളതാണ്. യേശുവിൻ്റെ കാലത്ത് തന്നെ യേശു വിലപിച്ചു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 23-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുക്കിലേക്ക് അയക്കപ്പെട്ടവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കാണുകയാണ്
മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 13-ാം അധ്യായത്തിൽ 20 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നു, യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. ഖുറാസിൻ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂജിച്ച് അനുദപിക്കുമായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് ഇതായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന സുവിശേഷം അങ്ങ് അമേരിക്കയ്ക്ക് അപ്പുറത്തുള്ള ജനത്തോട് പറഞ്ഞിരുന്നെങ്കിൽ അവരനുസരിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നു, അവർ ഫലങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു. ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യരോട് ഇന്ന് പ്രസംഗിച്ചാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. എത്രയോ ദയനീയമായ ഒരവസ്ഥയാണ്. എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ ധ്യാന സെൻ്ററുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ടും അതുകൊണ്ടൊന്ന് മാനസാന്തരപ്പെടാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? നമ്മൾ കുമ്പസാരിക്കുമ്പോൾ എന്നും ഒരേ പാപം പറഞ്ഞു കുമ്പസാരിക്കുക. ഇടിച്ചു, തൊഴിച്ചു, തെറി പറഞ്ഞു, വ്യഭിചാരം ചെയ്തു, ഇത് തന്നെ എല്ലാ ആഴ്ചയിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇത് മരണം വരെ പറഞ്ഞ് കുമ്പസാരിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഈ യേശുവിൻ്റെ വചനങ്ങൾ സ്വീകരിക്കുന്നില്ല? പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനം പറയാണ്, കർത്താവ് തൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. വചനം വഴി നിർവഹിക്കപ്പെടുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇതേ വചനം തന്നെ നമ്മൾ കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ അതിൻ്റെ 16 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പിശാചിനെ പുറത്താക്കിയത്? എങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തിയത്? അവൻ വചനം പറഞ്ഞുകൊണ്ടാണ്. എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ തിരുവചനം പറയുന്നു, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ. അപ്പോൾ ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യുന്നത് വാളില്ലാതെയാണ് യുദ്ധം ചെയ്യുന്നത്. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ലോകപ്രസിദ്ധനായ ഒരു ധ്യാനഗുരുവുണ്ട്, ഫിയോ മസ്കർനാസ്, ഒരു ഇൻ്റർനാഷണൽ ധ്യാനഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്ന ടൈറ്റിലെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, നമ്മൾ കൗദാശിവൽക്കരിക്കപ്പെട്ടു, എന്നാൽ സുവിശേഷവൽക്കരിക്കപ്പെട്ടില്ല. കൗദാശിവൽക്കരിക്കപ്പെട്ടു, സുവിശേഷവൽക്കരിക്കപ്പെട്ടില്ല. സഭയ്ക്കും വചനത്തിനും കൂദാശകൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കുന്ന സഭയാണ് കത്തോലിക്ക സഭ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയെന്ന് പറഞ്ഞ് ദൈവം സ്ഥാപിച്ച സഭയാണ്. ലോകത്തിൽ അങ്ങനെ ദൈവം സ്ഥാപിച്ച ഒരു സഭയില്ല. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സ്ഥാപിച്ച സഭയാണ്. അത് കർത്താവിൻ്റെ ശരീരമാണെന്ന് എഫെസസുകാർക്ക് ലേഖനത്തിൽ പറയുന്നു. കർത്താവിൻ്റെ ശരീരമാണ്, അതിന് 1-ാം സ്ഥാനമുണ്ട്. അതുപോലെ കൂദാശകൾ, യേശു അന്ത്യത്താഴ്വേളയിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അപ്പോൾ കൂദാശകൾ യേശു സ്ഥാപിച്ചതാണ്. വചനം യേശു പറഞ്ഞതാണ്, പിതാവായ ദൈവം അരുളി ചെയ്തതാണ്. പരിശുദ്ധാത്മാവിനെ പ്രചോദിതരായി അപ്പസ്തോലന്മാരെ പ്രഖ്യാപിച്ചതാണ് തിരുവചനമെന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇതിനെ നമ്മൾ അവഗണിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇടയിലേക്ക് ഈ രക്ഷയുടെ വചനം കടന്നു വരുന്നില്ല. ധ്യാന സെൻ്ററുകളൊക്കെ ധ്യാനം കൂടി വചനം കേട്ട് എത്രയോ മനുഷ്യരെ മദ്യത്തിന് അടിമകളായി ജീവിച്ചിരുന്നവർ ഇന്ന് അതിൽ നിന്ന് മോചനം പ്രാപിച്ച് മദ്യാസക്തി വിട്ടുപോയി ഇന്ന് മദ്യവർജന പ്രവർത്തകരായി ജീവിക്കുന്നു. അങ്ങാടികളിൽ തെറി വിളിച്ച് നടന്നവർ ഇന്ന് സൺഡേ സ്കൂളിൽ അധ്യാപകരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ പല മക്കളും ഇന്ന് ശക്തരായ വചനപ്രഘോഷകരായി. ഇത്രമാത്രം അത്ഭുതങ്ങൾ നടന്നിട്ടും അടയാളങ്ങൾ സംഭവിച്ചിട്ടും നമ്മൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ വചനമാണ് നമുക്ക് ജീവൻ തരുന്നത്. യോഹന്നാൻ സുവിശേഷം 6:61 പറയുന്നു, വചനം ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവവചനം, അതിൽ ദൈവവചനത്തിൽ ആത്മാവുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതിൻ്റെ 10-ാം അധ്യായം 44-ാമത്തെ തിരുവചനം പറയുന്നു, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയുടെ മേൽ പോലും, ആദ്യമായിട്ട് യേശുവിനെ കേട്ട മനുഷ്യരിൽ പോലും അവർ മാമോദീസ മുങ്ങാതെ തന്നെ, അവർ വിശ്വാസത്തിലേക്ക് വരാതെ തന്നെ, അവർ സഭയിലേക്ക് ചേരാതെ തന്നെ,
അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നുവെന്നാണ് അപ്പസ്തോല പ്രവർത്തനം 10-ാമധ്യായം 44-ാമത്തെ തിരുവചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നമ്മളിന്ന് വചനത്തെ അവഗണിക്കുക, വചനം പറയുന്നത് നമ്മൾ ലജ്ജിക്കുക. 4 പേര് കൂടി നിൽക്കുന്നിടത്ത് യേശുവിനെ പറ്റി സംസാരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് നമുക്കിന്നുള്ള ഏറ്റവും വലിയ തകർച്ചയുടെ കാരണം. അതാണ് ശക്തിയോടുകൂടി, ഉറപ്പോടുകൂടി, ധൈര്യത്തോടുകൂടി യേശുവാണ് കർത്താവ്, യേശുവാണ് ദൈവം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. രണ്ടാമത്തെ കാരണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യേശുവിനെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. 2024 യേശുവിനെ പ്രഘോഷിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, വിശുദ്ധ പത്രോസും സംഘവും ഗലീല കടലിൽ മീൻ പിടിക്കുമ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു വലതുവശത്ത് വലയിടുക. ഒരു വലയിട്ടു, നിറയെ മത്സ്യം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇതൊരു പണ്ഡിതൻ പ്രസംഗിക്കുകയാണ്. ആ പണ്ഡിതൻ ആ കുളത്തിൻ്റെ പ്രത്യേകതകളും പിന്നെ അവിടുത്തെ കാലാവസ്ഥയും അന്നത്തെ ജനങ്ങളുടെ ജീവിത രീതിയൊക്കെ പറഞ്ഞ്, കുറേ കഥയും പറഞ്ഞ്, ഖുറാനും പറഞ്ഞ്, ഗീതയും പറഞ്ഞ്, അവസാനം പത്രോസിനോട് വലയിടാൻ പറഞ്ഞു. പത്രോസ് വലയിട്ടു, മീൻ കിട്ടി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഒരു റബ്ബർ കൂട്ടുകാരനോ ഒരു തൂമ്പാപ്പണിക്കാരനോ ഈ വചനം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവൻ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നറിയാമോ? ഞാൻ ഈ വചനം വായിച്ചു എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. പത്രോസിനോട് വലയിടാൻ പറഞ്ഞു, വലയിട്ടു, മീൻ കിട്ടി. ഞാനും ഇതുപോലെ ഇട്ടു നോക്കി, എനിക്കും കിട്ടി, നിങ്ങൾ വിട്ടു. പ്രൈസ് ദി ലോർഡ്. അതാണ് 2024 സുവിശേഷം എന്ന് പറയുന്നത്. രക്തസ്രാവക്കാരി തൊട്ടപ്പോൾ രക്തസ്രാവക്കാരിക്ക് സൗഖ്യം കിട്ടി. അത് 2000 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ചിട്ട് ഞാൻ വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു, എൻ്റെ ക്യാൻസർ മാറി, എൻ്റെ കുഷ്ഠം മാറി, എൻ്റെ നടുവേദന മാറി, എൻ്റെ തലവേദന മാറി എന്ന് പറയുന്നതാണ് 2024 സുവിശേഷം. ഈ സുവിശേഷം പറയാൻ ഇന്നാളില്ല. അതാണ് ഇന്ന് നമ്മുടെ ദുരന്തമെന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കുക. ഉറപ്പായിട്ടും തറപ്പായിട്ടും യേശു എന്ന നാമം ഏറ്റുപറയുവാനും യേശുവിൽ നിന്നുള്ള അത്ഭുതങ്ങൾ പ്രാപിച്ചിട്ട് ആ അത്ഭുതങ്ങൾ പ്രസംഗിക്കാനും ഇന്നാളില്ല എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം എന്ന് പറയുന്നത്. എന്നോ ജീവിച്ച ഒരു പ്രവാചകനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഇന്നത്തെ ജനത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വായിച്ചു കേട്ടില്ലേ, അന്ന് യേശു ഇസ്രായേലിലെ ജനത്തോട് വിലപിച്ചു പറഞ്ഞു, ദേഷ്യപ്പെട്ടു പറഞ്ഞു, എന്നിട്ടും അവർക്ക് മാനസാന്തരം ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് സുവിശേഷം പറയുമ്പോൾ യേശയ്യായെക്കാളും ജർമ്മയേക്കാളും മോശയെക്കാളും ഒക്കെ ശക്തിയോടുകൂടി ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ട് ആ അനുഭവത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ദൈവത്തെ പ്രഘോഷിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, 2 ആഴ്ച മുമ്പ് എറണാകുളത്ത് എമ്മാവൂസിലെ KSC മീറ്റിംഗ് നടക്കുമ്പോൾ മാനന്തവാടിയിലെ കൊച്ചുപിതാവ് അലക്സ് താരാമംഗലം പിതാവ് ഒരു ക്ലാസ് എടുത്തു. പിതാവ് പറയാണ്, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്നും അസുഖങ്ങളായിരുന്നു. പല ദിവസങ്ങളും സ്കൂളിൽ പോകാൻ സാധിച്ചില്ല. ഒരു ദിവസം ഇങ്ങനെ അസുഖമായിട്ട് സ്കൂളിൽ പോകാതെ വീട്ടിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛൻ അതിലെ വന്നു. അപ്പോൾ അച്ഛൻ്റെ അപ്പൻ ഈ വികാരിയച്ഛനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്കൊരു ചെറുക്കനുണ്ട്, അവൻ ഇന്നും അസുഖമാണ്, അവൻ ഇന്നും പോയിട്ടില്ല, അസുഖമായിട്ട് കിടപ്പിലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനവൻ ഇന്ന് കാണട്ടെ. അച്ഛൻ വീട്ടിൽ വന്നു, നിനക്ക് എന്നാ അവളെ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം അച്ഛൻ നെറ്റിയിൽ കുരിശ് വരച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചു. പിതാവ് പറയാണ്, അതിനുശേഷം എനിക്കൊരു അസുഖവും വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തുടർന്ന് അച്ഛൻ പറയാണ്, ഞാൻ പിന്നീട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പുസ്തകങ്ങളൊക്കെ ആർത്തിയോടെ വായിക്കുമായിരുന്നു. നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയൊക്കെ പുസ്തകങ്ങൾ എൻ്റെ കൈ കിട്ടി. ഞാനത് വായിക്കും തോറും അതിനെന്തോ ഒരു ആകർഷണം, അത് കൂടുതൽ വായിക്കണമെന്ന് എനിക്ക് തോന്നി. കൂടുതൽ ഞാൻ വായിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിരീശ്വരവാദിയാകാതിരുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ധാരാളം ദൈവാനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനൊരു നിരീശ്വരവാദിയാകാതിരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മൾ അനുഭവിച്ചറിയണം. ഒരു നിരീശ്വരവാദി ഒരു സ്ഥലത്ത് ദൈവമില്ല എന്ന് പ്രസംഗിക്കുക. അദ്ദേഹം 3 ദിവസം പ്രസംഗിച്ചു. അതിനുശേഷം അദ്ദേഹം കേട്ടവരോട് ചോദിച്ചു, ദൈവമുണ്ടെന്ന് സ്ഥാപിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ കയറി വരിക, അവർക്ക് അവസരം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ, വിദ്യാഭ്യാസമില്ല, വേണ്ടത്ര ലോകപരിചയമില്ല,
അങ്ങനെയുള്ളൊരു കൃഷിക്കാരൻ കയറി വന്നു, മൈക്ക് കയ്യിലെടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു. ആ ഓറഞ്ച് പൊളിച്ച് അദ്ദേഹം തിന്നാൻ തുടങ്ങി. അദ്ദേഹം എന്നിട്ട് ഈ പ്രാസംഗികനോട് ചോദിച്ചു, ഞാൻ തിന്നുന്ന ഓറഞ്ചിന് മധുരമാണോ പുളിയാണോ കയ്പാണോ എന്താണ് നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ ആ പ്രാസംഗികൻ പറഞ്ഞു, തിന്ന നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ അതിന് മധുരമാണോ കയ്പാണോ പുളിയാണോ എന്നുള്ളത്, എന്നോട് ചോദിക്കേണ്ട കാര്യമാണോ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഇതാണ് പറയുന്നത്, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുവേൻ. അനുഭവങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ കണ്ടെത്തണം. ഒരു പ്രസംഗം കേട്ടത് കൊണ്ടോ അല്ലെ ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് ദൈവവിശ്വാസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കണം. ലോകം പറയുന്നത് കണ്ടാൽ വിശ്വസിക്കാം, എന്നാൽ ദൈവം പറയുന്നത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 11:40 പറയുന്നു, ദൈവം പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവമുഖത്വം കാണാമെന്ന. അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ ഒരു ജീവിതമാണ്, മറ്റേത് യുക്തിയുടെ ജീവിതമാണ്. യുക്തിയിലാണ് അവരെല്ലാം വിശ്വസിക്കുന്നത്. അവർ കണ്ടേ വിശ്വസിക്കൂ, കേട്ടേ വിശ്വസിക്കൂ. അവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ഈ അന്തരീക്ഷത്തിൽ എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ട്? റേഡിയോ തരംഗങ്ങളുണ്ട്, ഇലക്ട്രോണിക്സ് തരംഗങ്ങളുണ്ട്, മൊബൈൽ തരംഗങ്ങളുണ്ട്, അങ്ങനെ എന്തെല്ലാം തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഇത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷേ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദൈവം ആത്മാവാണ്, ദൈവം അരൂപിയാണ്. ഈ ആത്മാവായ ദൈവത്തെ, അരൂപിയായ ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയണം, രുചിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് ഈ ദൈവത്തെ അളക്കാൻ നോക്കിയാൽ അതിൽ ഉള്ളിൽ നിൽക്കുന്ന ആളല്ല ദൈവമെന്ന് പറയുന്നത്. ഒരു കഥ സാധാരണ പറയാറുണ്ടല്ലോ, 4 പൊട്ടക്കണ്ണന്മാർ ഒരു ആനയെ കാണാൻ പോയ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. വാലിൽ തൊട്ടവൻ പറഞ്ഞു അവൻ തൊട്ടു, അവൻ്റെ ഒരു അനുഭവം ഉണ്ടായി. അവൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞത് എന്താണ്? ആനയെന്ന് പറഞ്ഞാൽ കുറ്റിച്ചൂലാണെന്ന്. ഒരാൾ തൊട്ടത് ചെവിയില, അവനും തൊട്ടു, അവനും ഒരു അനുഭവം ഉണ്ടായി. അവനും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണ്? ആനയെന്ന് പറഞ്ഞാൽ മുറവാണെന്ന്. ഇതുപോലെ തന്നെ തുമ്പിക്കൈയിലും കാലിലും തൊട്ടവരൊക്കെ ഒരലാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹോസിയായുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്ന, അറിവില്ലാത്ത ജനം നശിക്കും. 1 കൊരിന്ത്യർ 8:2 പറയുകയാണ്, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. കഴിഞ്ഞ തലമുറയിലെ കാരണവന്മാര് മക്കൾക്ക് എങ്ങനെയും കുറേ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുക, സമ്പത്തുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു? ഇന്നത്തെ കാരണവന്മാരുടെ ലക്ഷ്യം എന്താണ്? മക്കൾക്ക് കുറേ അറിവ് പ്രദാനം ചെയ്തു അറിവ് കൊടുക്കുക. അങ്ങനെ ഗൾഫിലേക്കോ ഇറ്റലിയിലേക്കോ ഫ്രാൻസിലേക്കോ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ കയറ്റി അയക്കുക. അതാണ് ഇന്നത്തെ കാരണവന്മാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ലോകത്ത് നന്മ വർദ്ധിക്കുന്നുണ്ടോ? ലോകത്ത് നന്മ വർദ്ധിക്കുന്നില്ല. അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ലോകത്ത് തിന്മ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുന്നത് എത്ര ലക്ഷം സ്ത്രീധനം വാങ്ങാമെന്ന. ഒരു വിദ്യാർത്ഥി പഠിച്ച് എഞ്ചിനീയറായി കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുന്നത് എത്ര ലക്ഷം കൈക്കൂലി വാങ്ങാമെന്ന. അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് നന്മ വർദ്ധിക്കുന്നില്ല. അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് തിന്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിശുഭാവത്തോടുകൂടി എളിമയോടുകൂടി ഈ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അച്യുത മേനോൻ, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഞാനൊരു നല്ലൊരു ഈശ്വരവിശ്വാസിയാണ്. എൻ്റെ വിശ്വാസം ഞാൻ പുറമെ പ്രകടിപ്പിച്ചിട്ടില്ല, പക്ഷേ രഹസ്യത്തിൽ ഞാൻ ഒരു അതീവ വിശ്വാസിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എൻ്റെ മുറിയിൽ കയറി വാതിലും ജനലൊക്കെ അടച്ചു കുറ്റിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഈശ്വരനെ ധ്യാനിക്കും. എന്നെ സൃഷ്ടിച്ച ദൈവമേ, എന്നെ പരിപാലിക്കുന്ന ദൈവമേ, ഈ പ്രശ്നത്തിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വെളിപാടുകൾ തരണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കിട്ടുന്ന ഉൾക്കാഴ്ച അനുസരിച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം വിജയിച്ചിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന ജയകുമാർ, പിന്നീട് സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ജയകുമാറും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ മുറിക്കകത്തിരുന്ന് ദൈവത്തെ, ഈ സൃഷ്ടപ്രപഞ്ചത്തെ ഇതുപോലെ രൂപപ്പെടുത്തിയ ദൈവത്തെ ഞാൻ ധ്യാനിക്കും. ആ ദൈവത്തോട് ചോദിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴിക്കാണ് പോകേണ്ടത്. അപ്പോൾ എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടും.
എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ തോന്നിയിലൂടെ കിട്ടും. അതനുസരിച്ച് ചെയ്യുമ്പോൾ അതെല്ലാം ഉചിതമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ, ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ എസ്.കെ. പൊറ്റക്കാട് മരിക്കുന്നതിന് 3 വർഷം മുമ്പ് കോഴിക്കോട് ടൗൺ ഹാളിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അദ്ദേഹം പറയാണ്, ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു, ഞാനൊരു യുക്തിവാദിയായിരുന്നു. എന്നാൽ ഞാൻ ഈ അടുത്ത നാളിൽ ഒരു യാത്രാ വിവരണം തയ്യാറാക്കാൻ വേണ്ടി ഒരു യാത്ര പോയി. അങ്ങനെ പോയി ഞാൻ കാശിയിൽ ചെന്നു. അവിടെ ചെന്നപ്പം സന്ധ്യയായി. ഞാനൊരു റൂം എടുത്തു. ഞാൻ കുളിച്ചു, ഫ്രഷായി, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പുറത്തേക്ക് വന്നു. ആ കാശി അമ്പലം ഞാൻ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് പുതിയൊരു പുസ്തകം എഴുതാനുള്ള വിഭവങ്ങൾക്ക് വേണ്ടി ഞാൻ തപ്പി നടക്കുക. അപ്പോൾ സന്ധ്യയായി. അവിടെ ഒരു അരമതിൽ കണ്ടു. ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്ഷീണം തോന്നി, ഒന്ന് കിടക്കണം തോന്നി. ഞാൻ അവിടെ കിടന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയുകയാണ്, ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കം തെളിഞ്ഞപ്പോൾ രാത്രി 12 മണി. എൻ്റെ ചുറ്റും ആരുമില്ല. കുറച്ചകലെ ശവശരീരം ദഹിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നുള്ള ഗന്ധം അടിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ ആകാശത്തിലേക്ക് നോക്കി, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ നോക്കി, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഞാൻ ഇന്നൊരു ഈശ്വരവിശ്വാസിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവവചനവും ഇത് തന്നെയാണ് പറയുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമാവുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാത്തവര് സത്യദൈവത്തെ അറിയില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവന് മാത്രമേ സത്യദൈവത്തെ അറിയാൻ സാധിക്കൂ. 19 തിരുവചനങ്ങളിൽ പറയാണ്, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്കറിയാം, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. സൃഷ്ട വസ്തുക്കളിലൂടെ ദൈവത്തെ അറിയാം. എസ്.കെ. പൊറ്റക്കാട്, ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ എസ്.കെ. പൊറ്റക്കാട് സൃഷ്ട വസ്തുക്കളെ നോക്കി ദൈവത്തെ കണ്ടെത്തി. യേശു പറയും, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്ക്, വയലിലേക്ക് നോക്ക്, വയലിൽ വളരുന്ന ലില്ലികളെ നോക്ക്, ആകാശത്തിലെ പറവുകളെ നോക്ക്, പറവുകളെ നോക്കി പഠിക്കുവിൻ, ഉറുമ്പുകളെ നോക്കി പഠിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മുടെ ഹൃദയം തുറക്കണം, നമ്മുടെ മനസ്സ് തുറക്കണം. എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങ് സ്നേഹിക്കുന്ന ഈ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മക്കൾ കേട്ട വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ആ വചനം അവരുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.